നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. തകർപ്പൻ ജയമാണ് ഇംഗ്ലണ്ട് നേടിയിരിക്കുന്നത്. ഒരു ത്രില്ലർ പോരാട്ടത്തിലാണ് അവർ വിജയിച്ച് കയറിയിരിക്കുന്നത്. വിൽ ജാക്സും രഹാൻ അഹമ്മദും ചേർന്നുള്ള അവസാന കൂട്ടുകെട്ട് 40 റൺസിന് മുകളിൽ അടിച്ചുകൊണ്ടാണ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. 117-6 എന്ന നിലയിൽ 17ാമത്തെ ഓവറിൽ വീണുപോയ ഇംഗ്ലണ്ടിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് അവരുടെ കൂട്ടുകെട്ടാണ്. 3 പന്തുകൾ ശേഷിക്കെയാണ് ഇംഗ്ലണ്ട് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റ് 159 റൺസ് അടിച്ചപ്പോൾ 19.3 ഓവറുകളിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് വിജയലക്ഷ്യം മറികടന്നു. പാകിസ്ഥാന് മുന്നിൽ ഇപ്പോൾ സെമി ഫൈനലിൻ്റെ ഡോർ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. പക്ഷെ അത് അത്ര എളുപ്പമുള്ള ഒരു ഡോറല്ല. അത് കടന്നു പോകാൻ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നാളെ നടക്കുന്ന ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ പാകിസ്ഥാൻ പടുകൂറ്റൻ വിജയം നേടണം. 70 റൺസിന് ഒരു വിജയം പാകിസ്ഥാൻ നേടുകയോ അല്ലെങ്കിൽ ചേസ് ചെയ്യുകയാണെങ്കിൽ 11 ഓവറൊക്കെ ആകുമ്പോഴേക്കും വിജയിച്ച് കയറുകയോ ചെയ്യേണ്ടതാണ് പാകിസ്ഥാൻ്റെ മുന്നിലുള്ള സെനാരിയോ. അതൊട്ടും എളുപ്പമല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും അവർക്കൊരു നേരിയ പ്രതീക്ഷ കൊടുത്തിരിക്കുകയാണ് ഇംഗ്ലണ്ട് എന്ന് വേണം പറയാൻ. മത്സരത്തിൽ ന്യൂസിലാൻഡ് ആദ്യം ബാറ്റ് ചെയ്തിട്ട് 159 റൺസ് അടിച്ചപ്പോൾ അവരുടെ ഓപ്പണർമാർ രണ്ടുപേരും മോശമല്ലാതെ കോൺട്രിബ്യൂട്ട് ചെയ്തു. സിഫേർട്ട് 25 പന്തിൽ നിന്ന് 35 റൺസും അലൻ 19 പന്തിൽ നിന്ന് 29 റൺസുമാണ് നേടിയത്. രജിന്ദ്ര രവീന്ദ്ര 11 റൺസുമായിട്ട് മടങ്ങി. എന്നാൽ ഗ്ലെൻ ഫിലിപ്സ് 28 പന്തിൽ നിന്ന് 4 ഫോറും 1 സിക്സും അടക്കം 39 റൺസിൻ്റെ സംഭാവന ചെയ്തു. ഇംഗ്ലണ്ടിന് വേണ്ടി 2 വീതം വിക്കറ്റുകളാണ് ആദിൽ റഷീദും വിൽ ജാക്സും രഹാൻ അഹമ്മദും നേടിയിരുന്നത്. വിജയിക്കാൻ 160 റൺസ് വേണ്ടിയിരുന്ന ഇംഗ്ലണ്ടിന് തുടക്കം ഒട്ടും ശുഭകരമായിരുന്നില്ല. ഫിൽ സാൾട്ട് 2 റൺസുമായിട്ടും ജോസ് ബട്ട്ലർ ഡെക്കായിട്ടും മടങ്ങി. ഹാരി ബ്രൂക്ക് 24 പന്തിൽ നിന്ന് 26 റൺസ് മാത്രമാണ് അടിച്ചത്. ജേക്കബ് ബെത്തൽ 16 പന്തിൽ നിന്ന് 21 റൺസ്. ടോം ബാൻഡൻ 24 പന്തിൽ നിന്ന് 33. സാം കറൺ 22 പന്തിൽ നിന്ന് 24. അങ്ങനെ ടോം ബാൻഡൻ പോകുമ്പോൾ 117-6 ഇംഗ്ലണ്ട് തോറ്റു എന്ന് കരുതിയതാണ്. അവിടെ നിന്നാണ് രഹാൻ അഹമ്മദും വിൽ ജാക്സും ചേർന്ന് ഈ വിജയം സമ്മാനിച്ചത്. വിൽ ജാക്സ് 18 പന്തിൽ നിന്ന് 4 ഫോറും 1 സിക്സും അടക്കം 32 റൺസ് അടിച്ചപ്പോൾ രഹാൻ അഹമ്മദ് ഉണ്ടല്ലോ 7 പന്തിൽ നിന്ന് 1 ഫോറും 2 സിക്സും അടക്കം 19 റൺസിൻ്റെ ഒരു കിടലൻ ഇന്നിങ്സ് കളിച്ചു, ഒരു കമിയോ കളിച്ചു. അതാണ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ഏതായാലും 4 വിക്കറ്റിന്റെ വിജയം ഇതാ ഇംഗ്ലണ്ട് സ്വന്തമാക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.